ഒരുപക്ഷെ വിവാഹത്തിലൂടെ വേറൊരു വഴിത്തിരിവിലേക്ക് അതിലേക്ക് പോയി കടന്നു എന്ന് ജലജ ഉറപ്പിച്ചു. അതെ, എൻ്റെ ഇപ്പൊ വിട്ട് നിൽക്കുകയാണല്ലോ, ബഹ്റിനിലാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ചാഞ്ചാട്ടുണ്ടായിരുന്നു ആയിരിക്കാം. എന്താ വെച്ചാൽ നമ്മൾക്ക് എല്ലാവരെയും കാണുന്നു, പോണം വരണം എന്നൊക്കെ തോന്നിയായിരിക്കും. എങ്കിൽ പോലും ജലജ പഴയ സൗഹൃദങ്ങളൊന്നും മറക്കുന്ന ഒരാളല്ല. ഞാൻ എല്ലാവരോടും നല്ല രീതിയിൽ ഇപ്പോഴും സൗഹൃദം നിലനിർത്തുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നതല്ല, ഇതാ നോക്കി കേട്ടോ, പോസിറ്റീവായ കാര്യം കേട്ടോ, ഞാൻ മോശപ്പെട്ട കാര്യമൊന്നും പറയിപ്പിക്കുന്നില്ല. ഒരു കാലത്ത് നിങ്ങൾ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു നടിയായിരുന്നല്ലോ. അത് കഴിഞ്ഞ് രംഗം വിട്ട് കുടുംബജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞ ഒരു ഇടവേള. ആ ഇടവേളയിൽ ഈ മലയാള സിനിമയെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത്? പഴയ കൂടെ പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകരെ കുറിച്ചിട്ടൊക്കെയുള്ള നിങ്ങളുടെ ഓർമ്മകൾ എങ്ങനെയായിരുന്നു? ഒന്ന് പറയാമോ? നല്ല ചോദ്യം കേട്ടോ. എല്ലാവരുമായിട്ട് ഇപ്പം ട്രിവാൻഡ്രത്ത് ഞാൻ വരുന്നത് എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം ശ്രീമാറേട്ടനെയൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ വർഷമായി. ഇപ്പം ചിലരെയൊക്കെ കാണാറുണ്ട്. വരുമ്പോഴത്തേക്കും നമ്മൾ ചില എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇവരൊക്കെ ബഹ്റിൽ വരുമ്പോഴോ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അവരെയൊക്കെ കാണാറുണ്ട്. അല്ലാതെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും ചില സിനിമാ നടന്മാർ വരുമ്പോൾ അവരെ കാണുകയൊക്കെ ചെയ്യും. ഇല്ല, ചിലപ്പോൾ ചിലർ വരാറുണ്ട്, വരും. സുരേഷ് എക്സ്പെഷ്യലി എപ്പോഴും. സുരേഷ് ഗോപി വരും. സുരേഷ് ഗോപി എന്നാ വരട്ടെ എന്നാലും അതൊക്കെ എന്താ പറയാനുള്ളത് നോക്കട്ടെ. നമുക്ക് ഓർക്കുന്ന ഒരു പക്ഷേ അധികം ആർക്കും അറിയാത്ത, ഒരുപക്ഷെ ജലജയ്ക്ക് പോലും അറിയാത്ത ഒരു സ്ട്രൈറ്റ് റെഫറൻസ് എന്ന് പറയുന്നത് മറോ ചരിത്ര എന്ന ഏക് ദുജെ കെ ലിയെ, തിരകൾ എഴുതിയ കവിത എന്നൊക്കെ പറഞ്ഞ ഡബ് ചെയ്ത രൂപത്തിലും റീമേക്ക് ചെയ്ത രൂപത്തിലും രൂപഭേദം കണ്ട എല്ലാ ഭാഷകളിലും വളരെ വലിയ, എനിക്ക് തോന്നുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിറ്റുകളുടെ ലിസ്റ്റിൽ ശങ്കരാഭരണത്തെ പോലെ തന്നെ സ്ഥാനം പിടിച്ച ഒരു സിനിമയാണ് മറോ ചരിത്ര. സരിത അഭിനയിച്ച വേഷത്തിന് വേണ്ടി ആ സിനിമ സത്യത്തിൽ കേരളത്തിലെ വിതരണാവകാശത്തിന് ആദ്യം കരാർ ചെയ്യപ്പെട്ടത് അച്ഛനായിരുന്നു. അന്ന് അത് റീമേക്ക് ആവാം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ ബാലചന്ദർ സാർ, കെ ബാലചന്ദർ ആവശ്യപ്പെട്ടത് ജലജ എന്ന നടിയെയാണ്. ജലജ എന്ന നടിയെ ഒന്ന് ട്രാക്ക് ചെയ്ത് ചെന്നൈ വരെ കൊണ്ടുചെന്ന് ഒരു സ്ക്രീൻ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് അന്ന് ജലജയുടെ ഒരു തിരക്ക് പിടിച്ച ഷെഡ്യൂളിനിടയ്ക്ക് സാധ്യമാകാത്തത് കൊണ്ട് മാത്രമാണ് ആ സിനിമ ഡബ് ചെയ്ത് തിരകൾ എഴുതിയ കവിത എന്ന ചിത്രമായി ഡബ്ഡ് വേർഷൻ കേരളത്തിൽ വന്നത്. നമ്മൾ മറോ ചരിത്ര എന്ന അതിൻ്റെ മലയാളം വേർഷനിൽ ജലജയെ കണ്ടില്ല എങ്കിൽ പോലും ജലജയെ അന്വേഷിച്ച് ശ്രീ കെ ബാലചന്ദറിനെ പോലെ ഒരു സംവിധായകനെത്തി എന്ന് പറയുന്നത് മലയാളത്തിന് അഭിമാനം. തീർച്ചയായിട്ടും വലിയ അഭിമാനമാണ്. സുരേഷ് ഗോപി അന്നൊന്നും പറഞ്ഞില്ല, ഇപ്പോഴും പറഞ്ഞില്ല, ഇപ്പോഴും ഈ പരിപാടിയിലൂടെ പറയുന്നത്. അതെ, സുരേഷ് ഗോപിയൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ നിൽക്കുന്നു, ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടല്ലേ? അതെ, തീർച്ചയായും. ഇവരൊക്കെ ബഹ്റൈനിൽ വരുമ്പോൾ വരാറുണ്ടല്ലോ, വരുകയും വിളിക്കുകയും ചെയ്യാറുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ അയവറക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ വരണം. പാമ്പും പഴയതാ നല്ലത്. അതെ, കറക്റ്റ്. രണ്ടാമത്തെ കാര്യം, ഈ ടെലിവിഷനിൽ ഈ മലയാള സിനിമകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അതെ, ആൾക്കാർക്ക് ഇവർക്കൊന്നും അറിയാത്തവർക്ക് ഇവരൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ ജലജയെ ഈ തലമുറയിൽപ്പെട്ട പിള്ളേർക്ക് അറിയുന്നത് ഒരുപക്ഷെ ഈ മലയാള സിനിമയിൽ ഇവരുടെ അച്ഛനും അമ്മയൊക്കെ കണ്ട് ഇവർ തിരിച്ചു പോയിട്ട് വേണം വീട്ടിൽ പോയി പറയും ഞങ്ങൾ ജലജ എന്നുള്ള ഒരു നടി അങ്ങനെ ഉണ്ടോ അച്ഛാ? അപ്പൊ അച്ഛൻ പറഞ്ഞത് ഉണ്ടോന്നോ അടച്ചോനെ. പുരുഷക്കടലുണ്ടി പറഞ്ഞ പോലെ ആ ഒരു ചുണ്ട് ഒന്ന് അനങ്ങുന്നത് കാണാൻ വേണ്ടി എത്ര നേരം. പക്ഷെ അത് പറയാൻ പോകുന്നത് അമ്മ അടുക്കളയിലേക്ക് പോകുന്ന സമയത്തേ പറയുള്ളൂ. അതെ.